ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ്. ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല ഒരേപോലെ പോകുന്ന ഈ ദിനചര്യയോടും അദ്ദേഹത്തിന് താല്പര്യം. രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുക, 8 മണിക്ക് പാഠഭാഗങ്ങൾ നോക്കുക, 9 മണിക്ക് സ്കൂളിലെത്തുക, ഇങ്ങനെയൊക്കെ പറയുന്ന കർക്കശമായ നിലപാടുകൾ, ഒരേ വഴിയിൽ സഞ്ചരിക്കുന്ന ഏകതാനമായ രീതികളിൽ ടാഗോറിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴും സന്തോഷം പ്രകൃതി നിരീക്ഷിക്കുക, വീട്ടിലെ തോട്ടത്തിലെ പണിയെടുക്കുന്ന ആളുകൾക്കൊപ്പം നടക്കുക, അവരുമായിട്ട് ഇടപഴകുക, അവർക്കൊപ്പം ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ ജോലി എടുക്കുക. ഇതൊക്കെയായിരുന്നു ടാഗോറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. ഒരു ദിവസം ടാഗോർ തോട്ടക്കാരനെ സഹായിക്കാനായിട്ട് അയാളുടെ പണിയായുധങ്ങൾ എടുത്ത് പണി ചെയ്യാൻ തുടങ്ങി. കാര്യമായിട്ടുള്ള പണിയാണ്. ജോലി അറിയാത്തത് കൊണ്ട് തോട്ടത്തിലെ പല ചെടികളും നശിച്ചു തുടങ്ങി. കാര്യം ഇദ്ദേഹത്തിന് പണി അറിയത്തില്ലല്ലോ. തോട്ടക്കാരൻ ശകാരിച്ചില്ല, പകരം ടാഗോറിനോട് പറഞ്ഞു, പഠിച്ചു മാത്രമേ ഇത്തരം ജോലികൾ ചെയ്യാൻ പാടുള്ളൂ, അറിയാതെ ഒരു പണിയിലും പോയി ചെന്നിറങ്ങരുത് എന്ന് സൗമ്യമായിട്ട് ഒരു ഉപദേശം കൊടുത്തു. പല ആളുകളും പണി അറിയാതെ പണി ചെയ്യാൻ ശ്രമിക്കും, പണി കുളവാകും, പണിക്ക് പണിയാവും. അപ്പോൾ അങ്ങനെ ഒരു പണി ചെയ്യാൻ പാടില്ല, പഠിച്ച് പണി മനസ്സിലാക്കിയതിന് ശേഷമേ പണിയെടുക്കാവൂ എന്ന് ടാഗോറിനെ തോട്ടക്കാരൻ ഉപദേശിച്ചു. അത് വലിയൊരു അനുഭവമായി ടാഗോറിന്. ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രാധാന്യം ടാഗോർ ശരിക്കും ജീവിതത്തിൽ മനസ്സിലാക്കി. അങ്ങനെയാണ് ടാഗോറിൻ്റെ വിദ്യാഭ്യാസ തത്വശാസ്ത്രത്തെ പോലും സ്വാധീനിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച് ഈ തോട്ടക്കാരൻ്റെ വാക്കുകൾ. കാര്യം പഠിച്ചിട്ടേ നമ്മൾ പണിയിൽ ഇറങ്ങാവൂ എന്നുള്ളത്.